നമസ്കാരം. എസ് വി ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഏതെങ്കിലും ഒരു സംഘടനയില്ലാത്ത ഒരു വ്യക്തിയെ ആ സംഘടനയിൽ നിന്ന് നീക്കം ചെയ്യാൻ സാധിക്കുമോ? വളരെ ലളിതമാണ് ചോദ്യം. സാധിക്കില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഏതെങ്കിലും ഒരു സംഘടനയുടെ ഭാഗമായി പ്രവർത്തിക്കുകയോ അതുമല്ലെങ്കിൽ അതുമായി ചേർന്ന് നിന്നുകൊണ്ട് ഒരു ഭാരവാഹി എന്നുള്ള നിലയിൽ മുന്നോട്ട് പോവുകയോ അതിൻ്റെ അണിയോ അല്ലെങ്കിൽ അതിൻ്റെ മെമ്പർഷിപ്പിലോ ഇല്ലാത്ത ഒരാൾക്കെതിരെ ഒരു നടപടി സ്വീകരിക്കുന്നത് സാധ്യമല്ല. പക്ഷേ യു ക്യാൻ. ആർക്ക്? നമ്മുടെ യൂത്ത് കോൺഗ്രസിനെ കൊണ്ട് കഴിയും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ മന്ത്രിയായ OJ ജനീഷ്, പുള്ളിയാണല്ലോ ഇപ്പോൾ യൂത്തിൻ്റെ സംസ്ഥാന അധ്യക്ഷനായിട്ടിരിക്കുന്നത്, പുള്ളിക്ക് പറ്റും. എങ്ങനെയാണെന്നറിയില്ലേ? മുഹമ്മദ് ഹുസൈൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, ഈ ചെറുപ്പക്കാരനെ അവിടെ നിന്നും കാസർഗോഡ് നിന്നും പോലീസ് പിടിച്ചു. എന്തിനായിരിക്കും? വെള്ളമടിച്ച് വണ്ടി ഓടിച്ചാനല്ല. അതുമല്ലെന്നുണ്ടെങ്കിൽ അവിടെ പ്രതിപക്ഷ നേതാവ് നടത്തിയ ഒരു പ്രസംഗത്തിനെതിരെ ശക്തമായി പ്രതിഷേധിച്ചതിൻ്റെ പിന്നിലല്ല. അതുമല്ലെങ്കിൽ പണ്ടത്തെ മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ചുകൊണ്ട് റോഡിലേക്ക് ഇറങ്ങി ഓടിയതിനുമല്ല. എന്താണെന്ന് നമുക്ക് കൃത്യമായി അറിയാം. എന്തിനായിരുന്നു ഈ പെരുമ്പാവൂർ സ്വദേശിയെ അറസ്റ്റ് ചെയ്തത്? കയ്യിൽ MDMA എന്ന് പറയുന്ന മാരകമായ ലഹരി വസ്തു കടത്തിയതിന്. ബംഗളൂരുവിൽ നിന്ന് കൊണ്ടെത്തിക്കുന്ന ഒരു ലഹരി മരുന്ന് മൊത്തക്കച്ചവടക്കാരൻ എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് തൻ്റെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ തനിക്ക് വേണ്ടപ്പെട്ട കാശ് മേടിച്ചുകൊണ്ട് ഉപയോഗിക്കുന്നവരുടെ കയ്യിലേക്ക് വളരെ വേഗം എത്തിച്ചു കൊടുക്കുന്ന ഒരു കാരിയർ, അങ്ങനെ പ്രവർത്തിച്ച ഒരാൾക്കെതിരെയാണ് പോലീസ് കേസെടുത്തത്. അപ്പോഴേക്കും ഇവിടെ എന്തായി പുകില് നമ്മൾ കണ്ടതല്ലേ. അത് കഴിഞ്ഞപ്പോഴാണ് ഈ മുഹമ്മദ് ഹുസൈൻ എന്ന് പറയുന്ന ആൾ ഭയങ്കര പ്രശ്നമെന്ന് മനസ്സിലാകുന്നത്. ആൾ ഭയങ്കര പുലിയായിരുന്നു. കാരണം കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന VD സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ ഈ വലം കൈയായിരുന്നു. ടീം VD സതീശൻ എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് പേജിൻ്റെ കോർഡിനേറ്റർ ആയിരുന്നു. ഭയങ്കര സംഭവമല്ലേ. എന്നിട്ട് OJ ജനീഷ് എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പദവിയിലിരിക്കുന്ന സംസ്ഥാന അധ്യക്ഷൻ, യുവജനകാര്യ വകുപ്പ് മന്ത്രി എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു മന്ത്രിയുണ്ട്. അപ്പോൾ പുള്ളിയോട് കാര്യം ചോദിച്ചാൽ പറയും, ഞങ്ങളുടെ ഭാരവാഹിത്വത്തിലൊന്നും ഇല്ലാത്ത ആളാണെന്നേ. ആര്? നമ്മുടെ ഈ മുഹമ്മദ് ഹുസൈൻ ഒരു ഭാരവാഹിത്വത്തിലും ഇല്ല. പക്ഷേ ഈ മഹാൻ, ഈ പറയുന്ന ആള് സത്യത്തിൽ VD സതീശൻ്റെ ബർത്ത്ഡേ എന്നാൽ നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. ആ VD സതീശൻ്റെ ബർത്ത്ഡേ അന്ന് കൃത്യമായി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്യുന്ന ചിത്രങ്ങൾ അടക്കം പുറത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരാളുടെ ബർത്ത്ഡേക്ക്, അതും ഇത്രയും വലിയ നേതാവിൻ്റെ ബർത്ത്ഡേക്കൊക്കെ ഒരാളെ വിളിച്ച് അവിടെ കേക്ക് കട്ട് ചെയ്യാനൊക്കെ നിൽക്കുക എന്ന് പറഞ്ഞാൽ ഒട്ടും ബന്ധമില്ലാഞ്ഞിട്ടല്ലല്ലോ. പിന്നെ ഇദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ പരിശോധിക്കുമ്പോൾ VD സതീശൻ്റെ കൂടെ നടക്കുന്നു, VD സതീശൻ്റെ കൈക്ക് പിടിക്കുന്നു, തോളിൽ പിടിക്കുന്നു എന്ന് വേണ്ട സകലമാന തിരക്കുകളുമായിട്ട് നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. ചിലതിനൊക്കെ വലിയ BGM ഒക്കെ ഇട്ടങ്ങ് പൊലിപ്പിച്ചിട്ടുമുണ്ട്. അന്ന് അദ്ദേഹം VD സതീശൻ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കയറി പോകുന്ന ദൃശ്യങ്ങൾ വലിയ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഇട്ട് പൊലിപ്പിച്ച് എന്നിട്ട് ആ പ്രതിപക്ഷ നേതാവിൻ്റെ വീടിനുള്ളിലേക്ക് ഇടിച്ചു കയറി ചെല്ലുന്നത് വരെ ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞു. മാധ്യമപ്രവർത്തകർക്ക് പോലും ഇല്ലാത്ത പ്രിവിലേജാണത്. അപ്പോൾ ഇത് നിസ്സാരക്കാരനല്ല എന്ന് നമുക്ക് ഏറെക്കുറെ ബോധ്യപ്പെട്ട് കാണുമല്ലോ. അപ്പം ആള് അല്പം പുലി തന്നെയാണ്. ആര്? മുഹമ്മദ് ഹുസൈൻ. നമ്മുടെ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിക്കുള്ളിൽ ചെറുതല്ലാത്ത ഇടപാടുകൾ നടത്തുന്ന, ചെറുതല്ലാത്ത ചില ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന ഒരാളാണ് എന്നതിൽ നമുക്ക് ബോധ്യപ്പെട്ടില്ലേ. അപ്പോൾ പിന്നീട് ഈ OJ ജനീഷിൻ്റെ ചില തന്ത്രമുണ്ട്. ഞങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നില്ല, അതായത് ഈ പറയുന്ന മുഹമ്മദ് ഹുസൈനെ ഞങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന പരിപാടിയേ ഇല്ല, അതുകൊണ്ട് കേസെടുത്തു എന്നുള്ളതാണ് പറയുന്നത്. അല്ലേ? പ്രതി ശിക്ഷിക്കപ്പെടും അല്ലെങ്കിൽ പ്രതിയാക്കപ്പെടും എന്നാണ് പറയുന്നത്. പ്രതിയാക്കാനൊന്നുമില്ല, ആളുടെ കയ്യിൽ നിന്ന് സാധനം കണ്ടെത്തി. ഈ പറയുന്ന ആൾ വലിയ പുലിയാണെന്നേ. ഇവിടെ കൊണ്ടുവന്ന് നമുക്കറിയാം എറണാകുളം വരെ ഈ സാധനം എത്തിച്ച് അവിടുന്ന് മലപ്പുറം ജില്ലയ്ക്ക് 230, അവിടുന്ന് കണ്ണൂർ ജില്ലയ്ക്ക് 130, അവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ 140 ഗ്രാം MDMAയുമായിട്ടാണ് ഈ മഹാൻ പിടിയിലാവുന്നത്. അപ്പം ചെറുതല്ലല്ലോ, ചെറുതായ ഇടപാടുകളൊന്നും അല്ലല്ലോ. ഇതിൻ്റെ 1 ഗ്രാമിന് 3000-3500 രൂപ വിലയ്ക്കാണ് പുറത്ത് കച്ചവടം ചെയ്യുന്നത് ഈ മഹാന്മാർ, ഈ പുലികൾ പുറത്ത് കച്ചവടം ചെയ്യുന്നത്. ഇത് നമ്മുടെ ഒരു സംശയം, ഈ ഓപ്പറേഷൻ തൂഫാന് പിടി വീഴുമോ എന്നുള്ളതാണ് നമ്മുടെ സംശയം. അങ്ങനെ ഇത്രയും കൊള്ളരുതായ്മ കാണിച്ചുകൊണ്ട് കിടന്ന ഈ പറയുന്ന മുഹമ്മദ് ഹുസൈനെ ഇനി സംരക്ഷിക്കില്ല എന്നാണ് പറയുന്നത്. സംരക്ഷിച്ച വിവരം അറിയും. ഒരു ഭാരവാഹിത്വത്തിലും ഇല്ല. ഓക്കെ, ഭാരവാഹിത്വത്തിലില്ല. അന്നേരം ചോദിച്ചു, ശരി, പുള്ളി യൂണിറ്റ് കമ്മിറ്റിയിൽ ഉൾപ്പെട്ട ഒരാളല്ലേ, യൂത്ത് കോൺഗ്രസിൻ്റെ യൂണിറ്റ് കമ്മിറ്റിയിലുള്ള ആളല്ലേ, അപ്പോൾ പിന്നെ നിങ്ങളുടെ ആളല്ലേ? അങ്ങനെ ഞങ്ങൾക്ക് ഔദ്യോഗികമായ യൂണിറ്റ് കമ്മിറ്റികളൊന്നുമില്ല. കണ്ടില്ലേ? ഇതാണ് കോൺഗ്രസിൻ്റെ അവസ്ഥ. ഒരു യൂത്ത് കോൺഗ്രസ് യൂണിറ്റ് കമ്മിറ്റി ഞങ്ങൾക്കുണ്ട്. ഈ യൂണിറ്റ് കമ്മിറ്റിയുടെ സെക്രട്ടറിയോ പ്രസിഡൻറ്റോ അങ്ങാണ്ടാണ് ഈ പറയുന്ന മുഹമ്മദ് ഹുസൈൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ. അപ്പം യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം യൂണിറ്റ് കമ്മിറ്റികളില്ല. നല്ല പരിപാടിയാണ്.
ഒരു യൂണിറ്റ് കമ്മിറ്റി ഇല്ല. പിന്നെ എന്ത് വിശ്വാസത്തിൻ്റെ പുറത്താണ്, അതായത് ഒഫീഷ്യലി ഔദ്യോഗികമായി യൂണിറ്റ് കമ്മിറ്റി ഇല്ലാത്ത ഒന്നാണ് യൂത്ത് കോൺഗ്രസ്. പിന്നെ ഇവരൊക്കെ ഈ യൂത്ത് കോൺഗ്രസ് യൂണിറ്റ് കമ്മിറ്റി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്തിനാ? നാട്ടുകാരെ പറ്റിക്കാനോ? അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഈ യൂത്ത് കോൺഗ്രസ്സുകാർ ആളുകളെ പറ്റിക്കുന്നത് ഇപ്പോഴൊന്നും അല്ല, അങ്ങ് തുടക്കം മുതൽ പറ്റിക്കുകയാണ്. ഞങ്ങൾക്കിവിടെ ഒരു യൂണിറ്റ് കമ്മിറ്റി ഉണ്ട്, ആ യൂണിറ്റ് കമ്മിറ്റിക്ക് ഇന്ന അധ്യക്ഷനുണ്ട്, സെക്രട്ടറി ഉണ്ട്, ജനറൽ സെക്രട്ടറി ഉണ്ട്, അവരുണ്ട് ഇവരുണ്ട്, ഇതൊക്കെ പറഞ്ഞ് പൊതുജനത്തെ പറ്റിച്ചുകൊണ്ടിരിക്കുക. അവർ യൂണിറ്റ് കമ്മിറ്റി ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഇവർ കതറും ഇട്ട് സാധാരണക്കാരൻ്റെ അടുക്ക് ചെന്നാൽ എന്താ, അയ്യോ ഈ യൂത്ത് കോൺഗ്രസ്സിലെ കൊച്ച വന്ന് നിൽക്കുക എന്ന് നാട്ടുകാർ പറയും. പക്ഷേ അക്ഷരാർത്ഥത്തിൽ മേലെ ഇരിക്കുന്ന ഈ എംബ്രാക്കന്മാർക്ക് ഇങ്ങനെ യൂണിറ്റ് കമ്മിറ്റി നടക്കുന്നതായി പോലും അറിയത്തില്ല. എന്ന് വെച്ചാൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, നമ്മുടെ നാട്ടിൽ യൂത്ത് കോൺഗ്രസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും യൂണിറ്റ് കമ്മിറ്റി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ, അവർ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കമ്മിറ്റികൾ കൂടുന്നുണ്ടെങ്കിൽ, ധൈര്യപൂർവ്വം നിങ്ങൾ പറഞ്ഞോളൂ ഈ പ്രദേശത്ത് നിങ്ങളെ കണ്ടുകൂടരുത്, കർഫ്യൂ പ്രഖ്യാപിക്കുമെന്ന്. കാരണം എന്താ, ഇവരാരും യൂത്ത് കോൺഗ്രസിൻ്റെ ഔദ്യോഗിക ഭാരവാഹികളായി അവരംഗീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ എന്നിട്ട് ഇവർ പറയുന്നത് ഒ ജെ ജനീഷിന് നാണമില്ലാത്ത എക്സ്പ്ലനേഷനായി പോയത് കേട്ടോ, ഒട്ടും നാണമില്ലാത്ത ഉളുപ്പില്ലാത്ത എക്സ്പ്ലനേഷൻ. എന്താ പറയുക, ഞങ്ങൾ സ്വന്തം ഇഷ്ടത്തിന് യൂണിറ്റ് കമ്മിറ്റി രൂപീകരിച്ചു. അതായത് ആര്? ഈ മുഹമ്മദ് ഹുസൈൻ സ്വന്തം ഇഷ്ടത്തിന് യൂണിറ്റ് കമ്മിറ്റി രൂപീകരിച്ചു അത്രേ. എന്താ അത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. സ്വന്തം ഇഷ്ടത്തിനൊക്കെ ഒരാൾക്ക് യൂണിറ്റ് കമ്മിറ്റി രൂപീകരിക്കാൻ പറ്റുമോ? മനസ്സിലാവുന്നേ ഇല്ല. എങ്ങനെയാണ് ഒരാൾ സ്വന്തം ഇഷ്ടത്തിന് യൂണിറ്റ് കമ്മിറ്റി രൂപീകരിക്കുക? ഒരു മര്യാദ വേണ്ടി. ഒരു യൂണിറ്റ് കമ്മിറ്റി രൂപീകരിക്കുന്നതിന് ഈ ചെറിയ നടപടിക്രമങ്ങൾ ചില്ലറയൊന്നും പോരല്ലോ. ഇത് സംസ്ഥാന കമ്മിറ്റി അറിയാതെ ഇവിടെ യൂണിറ്റ് കമ്മിറ്റി ഉണ്ടാവില്ലല്ലോ. അപ്പോൾ സംസ്ഥാന കമ്മിറ്റിക്ക് പെർമിഷൻ ഇല്ലാതെ ആണോ അനൗദ്യോഗികമായിട്ട് ഇങ്ങനെ യൂണിറ്റ് കമ്മിറ്റി രൂപീകരിക്കാൻ കഴിയുമോ എന്നുള്ള കാര്യം ഇത് ശരിക്കും പറഞ്ഞാൽ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. ജനങ്ങൾ വഞ്ചിക്കപ്പെടുന്ന, ജനങ്ങൾ പറ്റിക്കപ്പെടുന്ന സാഹചര്യം നിലവിലുള്ളതാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇപ്പോൾ ജനങ്ങൾക്ക് എന്ത് വിശ്വാസമാണ്? പിന്നെ ഈ പറയുന്ന അനൗദ്യോഗികമായി പ്രവർത്തിക്കുന്ന, ഔദ്യോഗികമല്ലാതെ ഉള്ള ഇത്തരം യൂണിറ്റ് കമ്മിറ്റികളിലുള്ള പിന്നെ ഭാരവാഹികളെ ഞങ്ങൾ അംഗീകരിച്ചിട്ടില്ല എന്നൊക്കെ പറയും. ഓക്കെ, ശരി തന്നെ, നിങ്ങൾ അംഗീകരിക്കാതിരിക്കുകയോ ചെയ്തോളൂ. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കുക, എന്തായിരുന്നാലും യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിനകത്ത് നിന്നുകൊണ്ട് തന്നെയാണ് ഈ ചെറുപ്പക്കാരൻ ഇമാതിരി തോന്നിവാസം കാണിച്ചത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇമാതിരി ചെയ്ത് എന്ന് വെച്ചാൽ നമ്മുടെ രാജ്യദ്രോഹ കുറ്റം എന്നുള്ള രീതിയിൽ തന്നെ കാണാൻ കഴിയുന്ന ഒരു MDMA പോലെയുള്ള രാസലഹരി കടത്തി, അക്കാര്യത്തിൽ ആർക്കും യാതൊരു സംശയവുമില്ല. എന്ന് വേണമെന്നുണ്ടെങ്കിൽ ഒ ജെ ജനീഷെ നിങ്ങൾ ചെന്നിത്തലയോട് ചോദിച്ചു നോക്ക്. ചെന്നിത്തലയാണല്ലോ ഇപ്പോൾ ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറഞ്ഞിട്ട് ഈ പരിപാടി നടത്തുന്ന ആഭ്യന്തര വകുപ്പ് മന്ത്രി. നിങ്ങൾ ചെന്ന് ചോദിക്കൂ, ചെന്നിത്തല ജി ശരിയാണോ ഞങ്ങൾ പറഞ്ഞത്, ശരിയല്ലേ ഈ പറയുന്ന പിന്നെ ഈ പറയുന്ന ഈ ചെറുപ്പക്കാരൻ മുഹമ്മദ് ഹുസൈൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ MDMA കടത്തിയത് നല്ല നടപടിയാണോ? ചോദിച്ചു നോക്കുന്നേ. നിങ്ങൾ ചോദിച്ചു നോക്കാൻ കിട്ടും, കൃത്യമായ മറുപടി വരും. ഇനിയിപ്പോൾ ചെന്നിത്തലയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ല കേട്ടോ. ചെന്നിത്തല ഇനിയിപ്പം കുറച്ചുകൂടെ കഴിയുമ്പോൾ പിടിയിലാവുന്നതല്ല യൂത്ത് കോൺഗ്രസ്സുകാരും ലീഗന്മാരും, ആ ഒരു സാഹചര്യം ഉണ്ടാകും. ഇപ്പോൾ ഒരാൾ കോൺഗ്രസ്സുകാരൻ പിടിച്ചു, ആ കോൺഗ്രസ്സുകാരൻ മുഖ്യമന്ത്രിയുടെ അടുത്ത കക്ഷി, അടുത്ത ആളെ പിടിക്കുമ്പോൾ ചിലപ്പം കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ അടുത്ത കക്ഷി, അങ്ങനെ ഒരാളും ഉണ്ട് കേട്ടോ അതിനകത്ത്. കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ കൂടെ നടക്കുന്നു, സെക്കൻഡ് ഇൻ കമാൻഡ് ഓഫ് പിന്നെ മിനിസ്ട്രി എന്നൊക്കെ, ക്യാബിനറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നടക്കുന്ന ഒരു വീഡിയോ ഒക്കെ നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ ആൾക്കാർ, ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ബഷീർക്കാട് ആൾക്കാർ, ഷാജിക്കാട് ആൾക്കാർ, ഇങ്ങനെ പറയുന്ന കുറേ പിന്നെ ലീഗിൻ്റെ കുറേ നേതാക്കന്മാരുടെ ആൾക്കാരായിട്ട് വരും. കുറച്ച് പേര് ഈ പറയുന്ന പോലെ സതീശൻ ജിയുടെ ആൾക്കാർ, ചെന്നിത്തല ജിയുടെ ആൾക്കാർ, KC ജിയുടെ ആൾക്കാർ, ഇനി രാഹുൽ ജിയുടെ ആൾക്കാരെന്ന് പറഞ്ഞുകൊണ്ട് കൂടി ആൾക്കാർ ഇവിടെ വരാൻ സാധിക്കും. നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിലല്ല കേട്ടോ, ഇത് രാഹുൽ ഗാന്ധി. അങ്ങനെയും ചില ആൾക്കാർ വരാനുള്ള സാധ്യത ഇവിടെയുണ്ട്. അപ്പം ചുരുക്കി പറഞ്ഞാൽ ഈ ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്നത് പൊതുജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി തുടങ്ങിയ ഈ പരിപാടിയിൽ, അല്ലെങ്കിൽ ജനങ്ങളുടെ കയ്യടി നേടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ആയതുകൊണ്ട് മലമറിക്കും എന്നും പറയുന്നതാണ് ചെന്നിത്തലാജി ഇത്തരം പരിപാടികൾ ആസൂത്രണം ചെയ്തത്. പക്ഷേ കെണിയാവുന്നത് സ്വന്തം പാർട്ടിയിൽപ്പെട്ട നേതാക്കന്മാരാക്കാണ് എന്നുള്ള കാര്യം മറന്നുപോയി. ഇതിൻ്റെ ഇടയിൽ മെഴുകാൻ എന്ന് വെച്ചാൽ വേറൊന്നും ഞാൻ പറയുന്നില്ല, അങ്ങും കിടന്ന് മെഴുകാൻ വേണ്ടി ഒ ജെ ജനീഷിനെ പോലുള്ള ചില മന്ത്രിമാരും കൂടെ ഉണ്ടെങ്കിലുണ്ടല്ലോ, കേരളത്തിൻ്റെ രാഷ്ട്രീയം അങ്ങ് പുഷ്ടിപ്പെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ മറ്റൊരു വീഡിയോയുമേ നമുക്ക് വീണ്ടും കാണാം.